എന്റെ പൊന്ന് സാറുമാരെ, അവനെ കുറിച്ച് ഒരു വിവരം എനിക്കറിയില്ല. എന്റെ അനിയനാണേലും ഉള്ളത് പറയാലോ. കുരുത്തം കെട്ടവനാ. ദാസൻ എന്നല്ലേ അവന്റെ പേര്? അത് പണ്ട്. ഇപ്പൊ ദുർഗാദാസനാ. ദുർഗാദാസൻ സ്വാമി. ഒരിക്കൽ കൽക്കട്ടെ പോയിരുന്നു തലവെട്ടികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനേ. അവിടുന്ന് വന്നതിന് ശേഷം സ്വാമിയായത്. എന്നാലും എല്ലാരും കൊല്ലണമെന്നുള്ള വിചാരം ഇപ്പോഴും മനസ്സ് മുഴുവനും. തലയ്ക്ക് സുഖമില്ലാണ്ടായി പോയോന്ന് എന്റെ സംശയം. അത് ഭർത്താവാ, സാധുവാ. അയ്യോ, ഞാൻ സാർമാർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ എടുക്കാം. ശരി, അങ്ങോട്ട് പോ. എന്റെ അളിയന്റെ അവളുടെ ആങ്ങളയുടെ അവന്റെ താമസം എവിടാന്ന് എനിക്കറിയാം. അങ്ങ് കാട്ടിനുള്ളിൽ. കാട്ടിനുള്ളിലെന്ന് വെച്ചാ ഏറെ കുറെ കാട്ടിനുള്ളിലേക്ക് പോണം. നടുക്കായിട്ട് വരും. പോയി. മുന്നോട്ട് വന്നാൽ ഞാൻ ഇയാളെ കൊല്ലും. Hey, no! You be here. I'll handle this. ഇത് ആശ്രമമാണ്. എന്റെ അനുവാദമില്ലാതെ ഒരുത്തനും ഇവിടെ കയറരുത്. കേറിയാൽ ശിക്ഷ മരണം. അതാണ് ദുർഗയുടെ കൽപ്പന.
നീയല്ലേ ഇവരെ 3 പേരെയും കൊന്നത്? നീ എന്നെ അങ്ങനെ വിളിക്കരുത്. സന്യാസിയാണ് ഞാൻ. കാമക്രോധ മോഹാദികളെ ജയിച്ചവൻ. അങ്ങനെ വേണം എന്നെ അഭിസംബോധന ചെയ്യാൻ. അങ്ങ് അടിച്ചതിന്റെ മോന്തേനെ കാണാൻ വേണ്ട. ത്രികാലജ്ഞാനികളാണ് സന്യാസിമാർ. അവരെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങ് തന്നെയല്ലേ ഈ കൊലപാതകങ്ങൾ നടത്തിയത്? അതെ, ഞാനാണ്. ദുർഗ എന്നോട് കൽപ്പിച്ചു, ഞാൻ അനുസരിച്ചു. കലിയുഗത്തിനുള്ളിലെ അന്തർയുഗം. അതിനുള്ള സമയമായിരിക്കുന്നു. സർവനാശം, അതാണ് വിധി. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മണ്ണും വായുവും ജലവും മലിനമാക്കുന്നവരെ തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ ദുർഗ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഓഫീസർ, നിങ്ങൾ പറഞ്ഞില്ലേ 3 പേർ? കൃഷ്ണൻ നമ്പ്യാരും സുലൈമാൻ സാഹിബും ദാമോദരൻ കർത്തയും. അവർ മാത്രമല്ല, സമസ്ത ജാതി മനുഷ്യരിലും പെട്ട പാപികളെയും ഞാൻ നിഗ്രഹിക്കും. 14 നരകങ്ങളുടെ വാതിലുകളും തുറന്നു കഴിഞ്ഞു ഓഫീസർ. യാത്ര പോകാൻ ഒരുങ്ങിക്കോളൂ. വൈകാതെ നിങ്ങളും എന്റെ നിയോഗത്തിന്റെ ഇരകളാവും. കൊല്ലാൻ ആവശ്യപ്പെടുന്ന ദൈവങ്ങൾ, അവരെ ഉപേക്ഷിച്ചൂടെ ദുർഗാദാസൻ? കാലം കരുണയല്ലേ ആവശ്യപ്പെടുന്നത്? കരുണ എവിടെയുണ്ടത്? അവയവങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലമല്ലേ ഇത്? ഇല്ല, ഇനി സംഹാരമാണ് പരിഹാരം. എന്നെ ബന്ധിച്ചുകൊണ്ടൊന്നും അതിന്റെ രൗദ്രത കുറയാൻ പോകുന്നില്ല. ദുർഗയുടെ ഭക്തന്മാർ, അവർ ഇനിയും വരും. കാറ്റായും മഴയായും കടലായും അഗ്നിയായും. എന്നിട്ട് അധികാര കേന്ദ്രങ്ങളുടെ മകടുകൾക്ക് മേൽ നിറയും. തകരുമെല്ലാം, തകർക്കും. മേക്കാട, അറസ്റ്റ് രേഖപ്പെടുത്തിയേക്ക് ഇന്ന് തന്നെ. ശരി. വല്ല സൈക്കാട്രിസ്റ്റിനെ മറ്റോ വിളിച്ചൊന്ന് പരിശോധിപ്പിക്കണോ? എന്തിന്? തീവ്ര വിപ്ലവത്തിൽ നിന്ന് തീവ്ര ഭക്തിയിലേക്ക്. ഉള്ളിൽ കലാപം സൂക്ഷിക്കുന്നവന്റെ വഴികൾ എന്നും ഇത് തന്നെയാണ് മേക്കാടൻ. ഒന്നുകിൽ സന്യാസം, അല്ലെങ്കിൽ വിപ്ലവം. അതിനിടയിൽ അപൂർവം ചിലർക്ക് ഇതുപോലെയുള്ള വിഭ്രമങ്ങൾ. ഡോക്ടറും മരുന്നും ഒന്നുമല്ല, വിശ്രമം. അതാണിപ്പോ അദ്ദേഹത്തിന് ആവശ്യം. അദ്ദേഹം വിശ്രമിക്കട്ടെ, മനസ്സ് ശാന്തമാകുന്നത് വരെ. ദുർഗാദാസന്റെ അറസ്റ്റിന് കാരണക്കാരി സൂസന്റെ മമ്മയാണ്. മമ്മ അവന്റെ ചിത്രം തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും അവനെ പിടിക്കാൻ കഴിയില്ലായിരുന്നു. താങ്ക്സ്. അപ്പന ആരൊക്കെയുണ്ട് വൈകിയെ കൂടാതെ? വൈകിയെ കൂടാതെ വൈക മാത്രം. അമ്മയെ കണ്ട ഓർമ്മയില്ല. അച്ഛൻ തമിഴ്നാട് പോലീസിലായിരുന്നു. ഒരു ബ്രിട്ടീഷ് സ്റ്റൈൽ പോലീസ്. ടു മച്ച് ഓഫ് ഡിസിപ്ലിൻ. ഇപ്പോ മരിച്ചു. വൈക തമിഴാ? തമിഴ്. അച്ഛൻ തമിഴ്, അമ്മ പാലക്കാട്. അതുകൊണ്ട് വൈകയ്ക്ക് നന്നായിട്ട് മലയാളം അറിയാം. വൈക, നല്ല പേര് അല്ലേ മമ്മ? അതെ, മധുരയിൽ ഒഴുകുന്ന ഒരു നദിയുടെ പേരാ. നദി വറ്റ് വരണ്ട് കിടക്കുക. പക്ഷെ എന്റെ വൈക അങ്ങനല്ല, നിറഞ്ഞൊഴുകുകയാണ് എന്നോടുള്ള സ്നേഹം കൊണ്ട്. പോട്ടെ. പുഴകളും നദികളും ദിനംപ്രതി വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഭൂഗർഭ ജലം വരെ ഊറ്റി ജലചൂഷണം നടത്തുന്ന ഈ കോള കമ്പനി അടച്ചുപൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുടിനീരിനു വേണ്ടിയുള്ള ഈ പോരാട്ടം ജീവൻ നിലനിർത്താനുള്ള പോരാട്ടമാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സത്യാഗ്രഹമെന്ന സമരമുറ ആദ്യമായി നടത്തിയതിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സത്യാഗ്രഹം നടത്തേണ്ടി വരുന്നത് രാജ്യത്തിന് തന്നെ അപമാനകരമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറവികൾക്കെതിരെ ഓർമ്മകൾ നടത്തുന്ന സമരമാണ് സ്വാതന്ത്ര്യമെങ്കിൽ ഇതും ഒരു സ്വാതന്ത്ര്യ സമരമാണ്. എല്ലാ ജനങ്ങളുടെയും ജന്മാവകാശമാണ് കുടിവെള്ളം. അത് നിഷേധിക്കാൻ ഒരു ബഹുരാഷ്ട്ര കുത്തകയ്ക്കും അവകാശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ അനിശ്ചിതകാല ഉപവാസം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അമ്മ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു. സുഖമല്ലേ മോളെ? ഓ, 4 മാസമായി പൈപ്പിൽ വെള്ളം വന്നിട്ട്. ഒക്കെ ശരിയാക്കാം. ഉച്ചഭക്ഷണം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേണ്ട, ഇവിടെ അടുത്തൊരു വീട്ടിൽ പോണം എനിക്ക്. ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം. ഏത് വീടിന്റെ കാര്യം പറഞ്ഞത്?
അപ്പൻ മേനോന്റെ വീട്. ഓ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറാതെ പോകുന്ന മോശല്ലേ? ആ അവിടെ വൈകിയുണ്ടല്ലോ മിസ്സസ് അപ്പൻ മേനോൻ. ഏയ് ഗായത്രി കയറുന്നില്ലേ? ഇല്ല, എന്റെ ഹോസ്റ്റൽ മേറ്റ് ഒരു ദീപ, അവൾ ഇവിടെ ഒരു ഫേമിലാ വർക്ക് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് പോവാ. അപ്പൊ ഇറങ്ങുമ്പോ വിളിക്കാം. ഓ ശരി. എക്സ്ക്യൂസ് മീ, വൈക വരൂ. ഇത് വീടല്ല, കൊട്ടാരമാണ്. വന്നോളൂ. ദാ ഇങ്ങോട്ട് വരൂ. അതാണ് വൈക. വൈക എന്റെ ഭാര്യ. അവൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കും. വൈക മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. വൈക, ഒടുക്കം നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോ സൂസൻ എനിക്ക് ഫ്രണ്ടാണ്, ഒരു നല്ല ഫ്രണ്ട്. സൂസന്റെ മമ്മയ്ക്കും എന്നെ വലിയ ഇഷ്ടമാണ്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ടാവും സൂസന്റെ മമ്മയോട് എനിക്ക് ഇത്ര സ്നേഹം. ആ, നിന്റെ വിശേഷങ്ങളും അവര് തിരക്കിയിരുന്നു. നിന്നെ അവരിപ്പോ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടാവും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പിണക്ക. ദുർഗാദാസൻ പിടിയിലായെങ്കിലും എന്റെ ജോലി തിരക്ക് തീരുന്നില്ല വൈക. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കാണാൻ വരാത്തത്. വന്നില്ലെങ്കിലും ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇല്ലേ? അടുത്ത്, തൊട്ടടുത്ത്. അതെ, പശുക്കുട്ടിയുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല നീ.